അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാം 15ാമത്തെ ചാപ്റ്റർ റാക ശൈത്താൻ യുഖാലു ലഹു ഖിൻസിബ്. ആ ശൈത്താന് പറയപ്പെടുന്ന പേര് ഖിൻസിബ് എന്നാണ്. ഖിൻസിബ് എന്ന ശൈത്താന് നിസ്കാരത്തെ വസ്വാസാക്കുന്ന ശൈത്താനാണ്. നമുക്കറിയാം, നമ്മൾ തക്ബീർ കെട്ടിയാൽ ഉടനെ നമ്മുടെ മനസ്സ് നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് മറ്റെവിടെയോ ആണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ ഖിൻസിബ് എന്ന ശൈത്താൻ നമ്മെ വഴിപിഴപ്പിക്കുന്നു. നമ്മുടെ മനസ്സാന്നിധ്യമില്ലാത്ത നിസ്കാരം തീർച്ചയായും ശിക്ഷക്കർഹനായി തീരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നാം ഒരുപാട് നിസ്കരിക്കുന്നുണ്ട്, ഫർളുകളും സുന്നത്തുകളൊക്കെ പരമാവധി നിസ്കരിക്കുന്നുണ്ടെങ്കിലും സലാം വീട്ടുന്നത് വരെ നമ്മുടെ മനസ്സാന്നിധ്യമില്ലാതെയാണ് നാം നിസ്കരിക്കുന്നത്. അത്തരം നിസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കില്ല. മനസ്സാന്നിധ്യത്തോടെ ഖുശൂഅോടെ തഖ്വയോടെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. 3, 4, 5, 7 ക്ലാസ്സുകളിലെ പാഠബുക്കുകൾ മുഴുവൻ ചാപ്റ്റേഴ്സ് ദരീബാത്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്ക് ഉപകാരപ്പെടട്ടെ. തീർച്ചയായും ഉപകാരപ്പെടും. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഖുർആൻ പാരായണത്തിൽ വസ്വാസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഖിൻസിബ് എന്ന ശൈത്താനാണ്. അവന്റെ ദുഷ്പ്രവൃത്തി കാരണമാണ് നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാകുന്നത് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. നോക്കു, വായിക്കാം. ഷൈത്താൻ എന്റെ നിസ്കാരത്തിന് തടസ്സം വരുത്തുന്നു, എന്റെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിൻസിബ് എന്ന ഷൈത്താനാണ്. അപ്രകാരം വസ്വാസ് ഉണ്ടായാൽ അഊദ് ചെല്ലുകയും ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ എന്റെ വസ്വാസ് മാറിപ്പോയി. നിസ്കാരത്തിൽ ഷൈത്താൻ പല രീതിയിൽ വിശ്വാസം ഉണ്ടാക്കും. നിസ്കാരത്തിന്റെ അമലുകളിൽ സംശയമുണ്ടാക്കും. ഇനി പറയുന്നത്, നമ്മുടെ നിസ്കാരത്തിൽ ഓരോ പിഴവുകളും തെറ്റുകളൊക്കെ സംഭവിക്കാം. അങ്ങനെ മറന്നിട്ടോ പിഴച്ചിട്ടോ ഒക്കെ സംഭവിച്ചാൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. നോക്കൂ, ഫാത്തിഹ ഓതിയോ എന്ന് ഖിയാമിൽ സംശയിച്ചാൽ, ഖിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? നൃത്തത്തിൽ സംശയിച്ചാൽ ഫാത്തിഹ ഓതിയതിന് ശേഷം മാത്രമേ റുക്കൂയിലേക്ക് പോകാവൂ. അഥവാ ആ റക്അത്തിൽ നൃത്തത്തിൽ തന്നെ റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സംശയം, ഫാത്തിഹ ഓതിക്കണോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ ചെയ്യേണ്ടതാണ്, റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഫാത്തിഹ പൂർത്തിയാക്കുക. ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. ഇതിൽ 3 പേരും സമമാണ്, ഇമാമും മഅ്മൂമും ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും. ഇനി നോക്കൂ, റുക്കൂയിലോ മറ്റു റുക്കുനുകൾ പറഞ്ഞാൽ എന്താ? ഫർളുകൾ. മറ്റു റുക്കുനുകളിലോ എത്തിയതിന് ശേഷം ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ആരില്ല? മഅ്മൂമില്ല. ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ഉദാഹരണമായി, റുക്കൂയിൽ എത്തിയതിന് ശേഷമാണ് ഫാത്തിഹിൽ സംശയിച്ചു. ആര്? ഇമാമോ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ? എന്നാൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കല്ല വേണ്ട, മറിച്ച് ഫാത്തിഹ ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് തന്നെ വന്ന് ഫാത്തിഹ ഓതിയിട്ട് പിന്നെ റുക്കൂ ചെയ്യുക, പിന്നെ ശേഷമുള്ളതൊക്കെ ചെയ്യാം. ശേഷം റുക്കൂ ചെയ്ത് തർത്തീബോടെ എന്ന് പറഞ്ഞാൽ എന്താ? ക്രമപ്രകാരം തർത്തീബോടെ മറ്റു റുക്കുനുകൾ ചെയ്യണം. ഇനി നോക്കൂ, അടുത്ത റക്അത്തിലെ ഖിയാമിലോ ശേഷമോ ആണ് സംശയിച്ചതെങ്കിൽ കഴിഞ്ഞു പോയ റക്അത്ത് പരിഗണനീയമല്ല എന്ന് പറഞ്ഞാല് റക്അത്ത് കൂടുതൽ നിസ്കരിക്കുന്ന അർത്ഥം. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. ഇപ്പോ 4 റക്അത്തുള്ള ളുഹൂർ നിസ്കരിക്കാൻ. ളുഹൂർ നിസ്കരിക്കുന്ന സമയത്ത് 2ാമത്തെ റക്അത്തിലാണ് സംശയം. എന്താ സംശയിച്ചത്? 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിക്കണോ ഇല്ലയോ സംശയം വന്നാൽ അവൻ ചെയ്യേണ്ടത് എന്താണ്? ഒരു റക്അത്തും കൂടെ കൂടുതൽ നിസ്കരിക്കാം. ഇനി മഅ്മൂമിനാണ് സംശയം. എന്ത്? ഒരു റക്അത്ത് കഴിഞ്ഞതിന് ശേഷം മഅ്മൂം സംശയിച്ചു 1ാമത്തെ റക്അത്ത് അല്ലെങ്കിൽ ഒരു റക്അത്ത് മുമ്പുള്ള റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ മഅ്മൂം എന്ത് ചെയ്യേണ്ടത്? മഅ്മൂം ഫാത്തിഹ ഓതാൻ വേണ്ടി വരില്ല, മറിച്ച് ഇമാമു സലാം വീട്ടതിന് ശേഷം
ഒരു റക്അത്ത് നിസ്കരിക്കാം. അതാണ് പറഞ്ഞത്. ഇമാമിന്റെ സലാമിന് ശേഷം മഅ്മൂമ് റക്അത്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇമാം ഫാത്തിഹ ഓതാൻ മടങ്ങിയാൽ മഅ്മൂം ഇമാമിനെ കാത്തു നിൽക്കണം. അതായത് ഇമാമാണ് സംശയിക്കുന്നത്. റുക്കൂവിലെത്തിയപ്പോൾ ഇമാമിന് സംശയം, ഫാത്തിഹ ഓതിക്കണോ ഇല്ലയോ. അപ്പൊ ആ സംശയിച്ച് ഇമാം എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതാൻ വേണ്ടി ഖിയാമിലേക്ക് തന്നെ വരണം. അപ്പോ മഅ്മൂം എന്താ ചെയ്യേണ്ടത്? മഅ്മൂം റുക്കൂവില് ഇമാമ് വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എന്നാൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം അതിലെ ഏതെങ്കിലും ആയത്ത് ഓതി എന്ന് സംശയിച്ചാൽ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഫാത്തിഹ ഓതി കഴിഞ്ഞു, എന്താ സംശയിക്കുന്നത്? ഒരു ആയത്ത് വിട്ടുപോയോ, രണ്ടാമത്തെ ആയത്ത് വിട്ടുപോയോ. ഉദാഹരണം, അങ്ങനെ രണ്ടാമത്തെ ആയത്ത് വിട്ടുപോയോ എന്ന് സംശയിച്ചാൽ അതിന് കുഴപ്പമില്ല എന്നർത്ഥം. ഫാത്തിഹ ഓതുമ്പോഴാണ് സംശയിച്ചതെങ്കിൽ സംശയിച്ചാൽ ഓതുകയും തുടർന്ന് തർത്തീബ് അനുസരിച്ച് ഫാത്തിഹ ഓതി തീരുകയും വേണം. ഫാത്തിഹ ഓതി കഴിഞ്ഞ് 2-3 ആയത്ത് ഓതി അതിന് ശേഷം സംശയിക്കുന്നത് ഫാത്തിഹ തീരുന്നതിന് മുമ്പ് സംശയിക്കണത് ഒന്നാമത്തെ ആയത്ത് ഓതിക്കണോ. സംശയിച്ചാൽ എന്ത് ചെയ്യേണ്ടത്? ആ ഒന്നാമത്തെ ആയത്ത് വീണ്ടും ഓതിയിട്ട് ബാക്കി അതേപോലെ തന്നെ പൂർത്തിയാക്കാം. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം എന്നിവയല്ലാത്ത മറ്റു റുക്നുകൾക്കും ഫാത്തിഹയുടെ അതേ വിധിയാണ്. അതായത് നിസ്കാരത്തിന്റെ 14 ഫർളുകളിൽ നിന്ന് നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം ഇവയല്ലാത്ത ഫർളുകളിലാണ് പറയുന്നത്. ഇവയല്ലാത്ത മറ്റു ഫർളുകൾ ഏത്? ഉദാഹരണമായി റുക്കൂ, ഫാത്തിഹ പോലെ തന്നെയാണല്ലോ. റുക്കൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ സംശയിച്ചു. എപ്പോഴാ സംശയിച്ചത്? റുക്കൂ ചെയ്തിട്ടുണ്ടോ, സുജൂദിലെത്തിയപ്പോ സംശയം, റുക്കൂ ചെയ്തിട്ടുണ്ടോ സംശയം. എന്നാ പിന്നെ അവൻ എന്ത് ചെയ്യണം? റുക്കൂ ചെയ്യാൻ വേണ്ടി തിരിച്ചു വരണം. എന്നിട്ട് റുക്കൂ ചെയ്യാ, പിന്നെ എഴുത്തിതാൽ അങ്ങനെ പോവാം. അതല്ല, ആ ഒന്നാമത്തെ റക്അത്ത് റുക്കൂവിന് സംശയം. ഇങ്ങനെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ മൂന്നാമത്തെ റക്അത്തിലാണ് റുക്കൂ ചെയ്തിട്ടുണ്ടോ സംശയം വന്നത് എങ്കിൽ അവൻ എന്ത് ചെയ്യാ? സലാം വിട്ടതിന് ശേഷം റക്അത്ത് കൂടുതൽ നിസ്കരിക്കുക. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ പോലെ തന്നെയാണ് മറ്റു റുക്കുനുകളുടെയും നിബന്ധനകള്. എന്നാൽ പ്രസ്തുത റുക്കുനുകളോ നിസ്കാരത്തിന്റെ ഷർത്തുകളോ ഭംഗം വരുത്തിയോ എന്ന് സമയത്ത് സലാമിന് ശേഷം സംശയിച്ചാൽ കുഴപ്പമില്ല. എന്തെങ്കിലും ഭംഗം വന്നിട്ടുണ്ടോ, പൂർണ്ണതയ്ക്ക് കോട്ടം വന്നിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ എപ്പോഴാണ് സംശയിക്കുന്നത്? സലാം വീട്ടിയതിന് ശേഷമാണ് സംശയിക്കുന്നതെങ്കിൽ ആ സംശയത്തിന് എന്തില്ല? പ്രസക്തിയില്ല. നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്ന റുക്കുനുകൾ ചെയ്തോ എന്ന് സംശയിക്കുകയും ഓർമ്മ വരാതിരിക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ സംശയിക്കുന്നത് നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ സംശയം. ചെയ്തിരിക്കുന്ന ഓർമ്മ വന്നില്ല, സംശയം മാത്രം. എന്നാ പിന്നെ അതോടെ തന്നെ നിസ്കാരം ബാത്തിലായി. അവയിൽ സംശയിച്ചുകൊണ്ട് ഏതെങ്കിലും റുക്കുന് ചെയ്താലും അവ ചെയ്തോ എന്ന് സലാം ചൊല്ലിയതിന് ശേഷം സംശയിച്ചാൽ അതേ വിധിയാണ്. സലാം വീട്ടത്തിന് ശേഷം നിയ്യത്തിൽ സംശയിച്ചു, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം സംശയിച്ചു, എന്നാലും നിസ്കാരം ബാത്തിലാകുന്നതാണ്, വീണ്ടും നിസ്കരിക്കേണ്ടതാണ്. സലാം ചൊല്ലിയോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സലാം ചൊല്ലി വിരമിക്കേണ്ടതാണ്. ഇനി സലാമിൽ എങ്ങനെ സംശയം വന്നു? നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സംശയം സലാം വീട്ടിയോ എന്ന് സംശയിച്ചാൽ അപ്പോ കാര്യമായ പ്രവർത്തികളും നിസ്കാരത്തെ ബാത്തിലാക്കുന്ന പ്രവർത്തികളും ചെയ്തിട്ടില്ലെങ്കിൽ സലാം വീട്ടിയാൽ മതി. അതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് വട്ടം തുടരെ അനങ്ങിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കേണ്ടതാണ്. എന്നാൽ അതാ പറയുന്നത്, നിസ്കാരം ബാത്തിലാകുന്ന വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിസ്കരിക്കണം. ഇനി സലാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതിയിട്ടില്ലെന്ന് ഓർമ്മ വന്നോ എന്നാ നിസ്കാരം ശരിയാകുമോ? ഇല്ല, ശരിയാകൂല. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് സലാം ചൊല്ലി വിരമിക്കണം. നിസ്കാരം ബാത്തിലാകുന്ന കാര്യമുണ്ടായാൽ വീണ്ടും നിസ്കരിക്കണം. അതാ പറഞ്ഞത്? സലാം വീട്ടതിന് ശേഷം ഓർമ്മ വന്നു ഫാത്തിഹ ഓതിയിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പോ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു റക്അത്ത് ഉടനെ നിസ്കരിക്കാം. അതല്ല, സംസാരം പോലെയുള്ള ബാത്തിലാകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആ നിസ്കാരം തന്നെ വേറെ നിസ്കരിക്കേണ്ടതാണ്. ഇമാമ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനോ അബഅദ് സുന്നത്തിനെ പറയുന്നത് അബഅദ് സുന്നത്തിനെ കുറിച്ചാണ്.
ഇതുവരെ പറഞ്ഞത് റുക്കുനുകൾ ഒഴിവാക്കിയാൽ എന്താ ചെയ്യേണ്ടെന്നുള്ളതാണ്. ഇനി പറയുന്നത് അബഅദ് സുന്നത്ത് ഒഴിവാക്കിയാൽ സംശയിച്ചു വന്നാൽ എന്താണ് മസ്അല നോക്കൂ. ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ അബഅദ് സുന്നത്ത് ഒഴിവാക്കുകയും, അബഅദ് സുന്നത്ത് പറഞ്ഞാൽ സുജൂദ് കൊണ്ട്, സഹ്വിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കുന്ന സുന്നത്തിനാണ് അബഅദ് സുന്നത്ത് എന്ന് പറയാം. അബഅദ് സുന്നത്ത് ഒഴിവാക്കുകയും മനഃപൂർവ്വം അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഉദാഹരണമായി കുനൂത്ത് അറിഞ്ഞിട്ട് തന്നെ ഒഴിവാക്കി, എന്നിട്ട് സുജൂദിലെത്തി, കുനൂത്ത് ഓതാതെ എത്തിയതിനു ശേഷം വീണ്ടും കുനൂത്ത് ഓതാൻ വന്നാൽ അവന് നിസ്കാരം ബാത്തിലാകും. ഇനി ചെയ്യാൻ മറന്നതാണെങ്കിൽ ഫർളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ അതിലേക്ക് തിരിച്ചു പോകൽ സുന്നത്താണ്. ഉദാഹരണമായി കുനൂത്ത് തന്നെ മറന്ന് സുജൂദിലേക്ക് എത്തുന്നേ ഉള്ളൂ, സുജൂദിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഓർമ്മ വന്നാൽ കുനൂത്ത് ഓതാൻ വേണ്ടി തിരിച്ചു വരണം. ഇനി ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷം തിരിച്ചു പോയ നിസ്കാരം ബാത്തിലാകും. ഒരാൾ സുജൂദിലേക്ക് എത്തി, കുനൂത്ത് മറന്ന് സുജൂദിലേക്ക് എത്തിയതിന് ശേഷം ഓർമ്മ വന്നു, എന്നാൽ പിന്നെ വീണ്ടും കുനൂത്ത് ഓതാൻ തിരിച്ചു വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവന്റെ നിസ്കാരം തന്നെ ബാത്തിലാകും. ഇനി മഅ്മൂമിന്റെ കാര്യമാണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞ ഇമാം ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണ്. ഇനി മഅ്മൂം അബഅദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. അതായത് ഉദാഹരണം കുനൂത്ത് തന്നെ എടുക്കാം നമുക്ക്. മഅ്മൂമായി നിസ്കരിക്കുന്ന ആൾ ഇമാമ് കുനൂത്ത് ഓതിയപ്പോ കുനൂത്ത് ഓതിയില്ല, കുനൂത്ത് ഓതാതെ സുജൂദിലേക്ക് എത്തി, എന്നാ പിന്നെ മഅ്മൂം ചെയ്യേണ്ടത് വീണ്ടും കുനൂത്ത് ഓതാൻ വേണ്ടി തിരിച്ചു വരലാണ് ഉത്തമം. ചെയ്യാൻ മറന്നതാണെങ്കിൽ കുനൂത്ത് ഓതാൻ മറന്നിട്ട് സുജൂദിക്ക് പോയി, എന്നാൽ ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധവുമാണ്. അപ്പൊ മനഃപൂർവ്വം കൽപ്പിച്ചുകൂട്ടി ചെയ്താണെങ്കിൽ തിരിച്ചു വരൽ ഉത്തമം, മറന്നുപോയി ഓർമ്മ വന്നുവാണെങ്കിൽ തിരിച്ചൽ നിർബന്ധവുമാണ്. ഇനി നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ നുജീബുത്തരം എഴുതാം. അതിലൊന്ന്, റുക്കൂഇലെത്തിയ ശേഷം ഫാത്തിഹ ഓതിയെന്ന് സംശയിച്ചാൽ ഇമാം എന്ത് ചെയ്യണം? ഉത്തരം, റുക്കൂഇലോ മറ്റു റുക്കുനുകളിലോ എത്തിയതിന് ശേഷം ഫാത്തിഹ ഓതിയെന്ന് സംശയിച്ചാൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ശേഷം റുക്കൂ ചെയ്ത് തർത്തീബോടെ മറ്റു റുക്കുനുകൾ ചെയ്യണം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരു റക്അത്തിലെ ഖിയാമിൽ തൊട്ടു മുമ്പുള്ള റക്അത്തിൽ ഫാത്തിഹ ഓതിയെന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം, അടുത്ത റക്അത്തിലെ ഖിയാമിലോ ശേഷമോ ആണ് സംശയിച്ചതെങ്കിൽ കഴിഞ്ഞു പോയ റക്അത്ത് പരിഗണനീയമല്ല. അതിനാൽ ഒരു റക്അത്ത് കൂടുതൽ നിസ്കരിക്കണം. മൂന്നാമത്തെ ചോദ്യം, മഅ്മൂം അബഅദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം, മഅ്മൂം അബഅദ് സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയാൽ ഇമാമിനോട് ചേരുന്നതിന് വേണ്ടി അതിലേക്ക് തിരിച്ചു പോകലാണ് ഉത്തമം. നാലാമത്തെ ചോദ്യം, മഅ്മൂം അബഅദ് സുന്നത്ത് മറന്നൊഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം, ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധവുമാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നക്തബ് ഫിക്റ, പാരഗ്രാഫ് എഴുതാനാണ്. ഒന്ന്, ഉസ്മാൻ ഇബ്നു അബ്ദുൽ നാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വസ്വാസ് മാറിയ സംഭവം. ഷൈത്താൻ എന്റെ നിസ്കാര തടസ്സം വരുത്തുന്നു, എന്റെ ഖിറാഅത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ അബ്ദുൽ നാസിർ റളിയല്ലാഹു അൻഹു പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഖിൻസിബ് എന്ന ഷൈത്താനാണ്. അപ്രകാരം വസ്വാസ് വന്നാൽ അഊദു ചൊല്ലുകയും ഇടതുഭാഗത്തേക്ക് 3 തവണ തുപ്പുകയും ചെയ്യുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അപ്രകാരം ചെയ്തപ്പോൾ എന്റെ വസ്വാസ് മാറിപ്പോയി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. ഒന്ന്, പാഠഭാഗത്ത് പറഞ്ഞ ഓരോ മസ്അലകളും ക്ലാസ് റൂമിൽ ചർച്ച നടത്തുക. ഫാത്തിഹ ഓതാൻ മറന്നതും ഓർമ്മ വന്നതും അതുപോലെ അബഅദ് സുന്നത്ത് ഒഴിവാക്കിയതും മറന്നുപോയതും ചെയ്ത കാര്യങ്ങൾ ഇമാമ് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ, മഅ്മൂമ്, ഈ 3 ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്ന മസ്അലകളാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു നമ്മുടെ നിസ്കാരം നല്ല രീതിയിൽ നിസ്കരിക്കാൻ, എല്ലാ റുക്കുനുകളും സുന്നത്തുകളും പൂർത്തിയാക്കി നിസ്കരിക്കാനും ഭക്തിയോടെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.